സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ ഭാഗമായി ചേർന്നിരിക്കുന്നു. ബി ജെ പിയിൽ നിന്ന് കൂടുതൽ പൊട്ടിത്തെറികൾ, ബി ജെ പിയിൽ നിന്ന് കൂടുതൽ നേതാക്കൾ കൊഴിയുന്നു. കോൺഗ്രസിൽ നിന്ന് കൊഴിഞ്ഞതുപോലെ തന്നെ ബി ജെ പിയിൽ നിന്നും കൊഴിയുകയാണ്. നേരത്തെ തന്നെ ബി ജെ പിക്കെതിരെ കെ സുരേന്ദ്രനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗമായി കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ തന്നെ വേണം കോൺഗ്രസിൽ ഇനി വലിയ പൊട്ടിത്തെറികൾക്ക് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കെ മുരളീധരൻ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവിനെക്കുറിച്ച് പ്രതികരിച്ചത്. ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ കോൺഗ്രസിലുണ്ട്, സന്ദീപ് വാര്യർ കൂടി വന്ന് അതിനി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ട എന്ന നിലപാടാണ് നേരത്തെ കെ മുരളീധരൻ അടക്കം വ്യക്തമാക്കുകയും ചെയ്തത്. സന്ദീപ് വാര്യർക്കെതിരെ വലിയ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ അടക്കം ബി ജെ പി പ്രവർത്തകർ, നേതാക്കൾ തന്നെ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ തരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വലിയ തരത്തിൽ പണമിടപാടുകൾ, അഴിമതികൾ നടത്തിയെന്നുള്ള ആരോപണം ബി ജെ പി നേതാക്കൾ തന്നെ സന്ദീപ് വാര്യർക്കെതിരെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ കൃത്യമായി ബി ജെ പി വക്താവായിരുന്ന, ബി ജെ പി സംസ്ഥാന സമിതി അംഗമായിരുന്ന സന്ദീപ് വാര്യർ ഇപ്പോൾ ബി ജെ പി വിട്ട് പുറത്തു പോകുന്നു. ഒരേ സമയം തന്നെ കോൺഗ്രസിനെയും ബി ജെ പിയെയും പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം വലിയ വലിയ പൊട്ടിത്തെറികളാണ് ഇരു പാർട്ടികളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പിയിൽ ആദ്യം തന്നെ സി കൃഷ്ണകുമാറിനെതിരെ കലാപക്കൊടി ഉയർത്തിയതിൽ പ്രധാനികളിൽ ഒരാളാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ ഇപ്പോൾ ബി ജെ പി വിട്ടിരിക്കുന്നു.